ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കച്ചത്തീവ് വിഷയം ഉയർത്തിക്കൊണ്ടു വന്നിരിക്കുകയാണ് ബി.ജെ.പി. നിലവിൽ ശ്രീലങ്കയുടെ കയ്യിലുള്ള കച്ചത്തീവ് ഇന്ത്യയുടേതാണെന്നും അത് കോൺഗ്രസ് സർക്കാർ ശ്രീലങ്കയ്ക്ക് വിട്ടു നൽകിയെന്നുമാണ് മോദി പറയുന്നത്. കച്ചത്തീവിന് എന്നും രാഷ്ട്രീയമായി വലിയ പ്രാധാന്യമുണ്ടായിരുന്നു. കഴിഞ്ഞ കുറച്ചു കാലമായി പക്ഷേ വിസ്മൃതിയിലായിരുന്ന കച്ചത്തീവ് വീണ്ടും മോദി വാർത്തകളിൽ നിറച്ചതിന് പിന്നിൽ ഒറ്റ ലക്ഷ്യം മാത്രമാണുള്ളത്. തമിഴ്നാട്ടിൽ ലോക്സഭാ സീറ്റുകൾ മാക്സിമം നേടിയെടുക്കുക എന്നതാണ് മോദിയുടെ ലക്ഷ്യം. ഇന്ത്യക്കും ശ്രീലങ്കയ്ക്കും ഇടയുള്ള പാക് കടലിടുക്കിലെ 285 ഏക്കർ വിസ്തൃതിയുള്ള ജനവാസമില്ലാത്ത മേഖലയാണ് കച്ചത്തീവ്. 1.6 കിലോമീറ്ററിൽ കൂടുതൽ നീളമില്ലാത്ത ദ്വീപിന് 300 മീറ്ററിൽ കൂടുതൽ വീതിയുണ്ട്. ഇന്ത്യൻ തീരത്തു നിന്നും ഏകദേശം 33 കിലോമീറ്റർ മാറി രാമേശ്വരത്തിന് വടക്ക് കിഴക്കായാണ് ദ്വീപ് സ്ഥിതി ചെയ്യുന്നത്. ശ്രീലങ്കയുടെ വടക്കേ അറ്റത്ത് ജാഫ്നയിൽ നിന്നും ഏകദേശം 62 കിലോമീറ്റർ തെക്ക് പടിഞ്ഞാറായും ശ്രീലങ്കയുടെ ജനവാസമുള്ള ഡെൽഫ് ദ്വീപിൽ നിന്നും 24 കിലോമീറ്റർ അകലെയുമായാണ് ഈ ദ്വീപ് നിലകൊള്ളുന്നത്. ദ്വീപിലെ ഏക കെട്ടിടം 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യകാല കത്തോലിക്ക ദേവാലയമായ സെന്റ് ആന്റണീസ് പള്ളിയാണ്. വാർഷികാഘോഷ സമയങ്ങളിൽ ഇന്ത്യയിൽ നിന്നും ശ്രീലങ്കയിൽ നിന്നുമുള്ള ക്രിസ്ത്യൻ പുരോഹിതന്മാർ പള്ളിയിൽ പ്രാർത്ഥന നടത്താറുണ്ട്. ഇന്ത്യയിൽ നിന്നും ശ്രീലങ്കയിൽ നിന്നുമുള്ള ഭക്തരും തീർത്ഥാടനം നടത്താറുണ്ട്. 2023-ൽ 2500 പേരാണ് രാമേശ്വരത്ത് നിന്നും കച്ചത്തീവിലേക്ക് യാത്ര ചെയ്തത്. കുടിവെള്ള സ്രോതസ്സില്ലാത്ത ദ്വീപ് സ്ഥിരതാമസത്തിന് യോഗ്യമല്ല. 14-ാം നൂറ്റാണ്ടിലെ അഗ്നിപർവ്വത സ്ഫോടനത്തിൻ്റെ ഫലമായാണ് ദ്വീപ് രൂപം കൊണ്ടത്. അതുകൊണ്ട് തന്നെ ഭൂമിശാസ്ത്രപരമായ സമയക്രമത്തിൽ കച്ചത്തീവ് താരതമ്യേന പുതിയ ഇടമാണെന്നും പറയാം. മധ്യകാലഘട്ടത്തിൽ ശ്രീലങ്കയിലെ ജാഫ്ന സാമ്രാജ്യത്തിന്റെ നിയന്ത്രണത്തിലായിരുന്നു ദ്വീപ്. പിന്നീട് 17-ാം നൂറ്റാണ്ടിൽ രാമേശ്വരത്ത് നിന്നും ഏകദേശം 55 കിലോമീറ്റർ വടക്ക് പടിഞ്ഞാറായി രാമനാഥപുരം കേന്ദ്രീകരിച്ച് രാമനാട് ജമീന്ദാരിക്ക് നിയന്ത്രണം കൈമാറി. ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇത് മദ്രാസ് പ്രസിഡൻസിയുടെ ഭാഗമായിരുന്നു. എന്നാൽ 921-ൽ മീൻപിടുത്തത്തിന്റെ അതിരുകൾ നിർണ്ണയിക്കുന്നതിനായി അന്നത്തെ ബ്രിട്ടീഷ് കോളനികളായിരുന്ന ഇന്ത്യയും ശ്രീലങ്കയും കച്ചത്തീവിൽ അവകാശവാദം ഉന്നയിച്ചു. ഒരു സർവേ ശ്രീലങ്കക്കാണ് അവകാശമെന്ന് ചൂണ്ടിക്കാണിച്ചു. എന്നാൽ ദ്വീപിന്റെ ഉടമസ്ഥാവകാശം രാംനാട് രാജ്യത്തിനാണെന്ന് ചൂണ്ടിക്കാട്ടി ഇന്ത്യയിൽ നിന്നുള്ള ഒരു ബ്രിട്ടീഷ് പ്രതിനിധി ഇതിനെ വെല്ലുവിളിച്ചു. ഈ തർക്കം 1974 വരെ പരിഹരിക്കപ്പെട്ടിട്ടില്ല. 1974-ൽ ഇന്ദിരാഗാന്ധി ഇന്ത്യക്കും ശ്രീലങ്കയ്ക്കും ഇടയിലുള്ള സമുദ്രാതിർത്തി പരിഹരിക്കാൻ ശ്രമിച്ചിരുന്നു. ഇന്തോ ശ്രീലങ്കൻ മാരിടൈം കരാർ എന്നറിയപ്പെടുന്ന ഈ ഒത്തുതീർപ്പിന്റെ ഭാഗമായി ഇന്ദിരാഗാന്ധി കച്ചത്തീവിനെ ശ്രീലങ്കയ്ക്ക് വിട്ടുകൊടുത്തു. ആ സമയത്ത് ദ്വീപിന് തന്ത്രപരമായ മൂല്യം കുറവാണെന്നും ദ്വീപിന് മേലുള്ള ഇന്ത്യയുടെ അവകാശവാദം അവസാനിപ്പിക്കുന്നത് തെക്കൻ അയൽക്കാരുമായുള്ള ബന്ധം കൂടുതൽ ആഴത്തിലാക്കുമെന്നാണ് ഇന്ദിരാഗാന്ധി കരുതിയത്. മാത്രമല്ല, കരാർ പ്രകാരം ഇന്ത്യൻ മത്സ്യത്തൊഴിലാളികൾക്ക് കച്ചത്തീവിലേക്ക് ഇതുവരെ പ്രവേശിക്കാൻ അനുവാദമുണ്ടായിരുന്നു. നിർഭാഗ്യവശാൽ മത്സ്യബന്ധന അവകാശത്തിന്റെ പ്രശ്നം കരാറിലൂടെ പരിഹരിക്കപ്പെട്ടിട്ടില്ല. 1976-ലെ മറ്റൊരു ഉടമ്പടി ഇന്ത്യയിലെ അടിയന്തരാവസ്ഥയുടെ കാലത്ത് ഒരു രാജ്യവും മറ്റേത് രാജ്യത്തിന്റെ പ്രത്യേക സാമ്പത്തിക മേഖലയിൽ മത്സ്യബന്ധനം നടത്തുന്നതിൽ നിന്നും വിലക്കിയിരുന്നു. വീണ്ടും മത്സ്യബന്ധന അവകാശവുമായി ബന്ധപ്പെട്ട് ഒരു പരിധിവരെ അനിശ്ചിതത്വം നിലനിന്നിരുന്നു. രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ആഭ്യന്തര പ്രശ്നത്തിന് പരിഹാരം കാണുന്നതിന് വേണ്ടി മാത്രമാണ് ഇന്ദിരാഗാന്ധി സർക്കാരിന്റെ കാലത്ത് ദ്വീപ് ശ്രീലങ്കയുടെ അധീനതയിലേക്ക് കൈമാറിയത്. അതിനെ ഇന്ന് മോദി വിമർശിക്കുകയും വാർത്തയാക്കുകയും ചെയ്യുമ്പോൾ പിന്നിൽ വോട്ട് രാഷ്ട്രീയം മാത്രമാണുള്ളത്.